വാടായി വാപ്പല്ല നിക്കണേ. പോവാൻ തന്നെ ഓനെ വിളിച്ചാൽ നമുക്ക് കുറച്ച് വടായി കേക്കാം. മതി വിളിച്ചാ വാപ്പാ വാ. ഹലോ, എന്തൊക്കെയുണ്ട് സുഖം. അപ്പോളേ ഞാൻ 2 ദിവസമായിട്ട് അവിടെ ഇലക്ഷൻ വർക്കില് ആ ഇലക്ഷന്റെ വിവരമൊക്കെ നിങ്ങൾ പിന്നെ ഇലക്ഷന്റെ പേരൊക്കെ അറിഞ്ഞില്ലേ? എന്നാ വരി ഇരിക്കുക, നമ്മള് വർത്താനൊക്കെ പറയാം. വർത്തന പറയാ. അല്ല ബാപ്പു, ഇതിപ്പോ എപ്പോഴാ ദുബായിന്ന് വന്നേ? ഞാനേ ഇലക്ഷൻ ആയിട്ട് വന്നതാണ്. അപ്പൊ നമ്മളടുത്ത വാർഡ് സ്ഥാനാർത്ഥി ഞാനാവും. ഓ, അല്ല ഇപ്പൊ വൃത്തികൾക്ക് പെയിന്റ് അടിക്കാൻ പോയിട്ട് അതൊക്കെ കഴിഞ്ഞോ? ആദ്യമൊക്കെ എനിക്ക് 2 മണിക്കൂർ നേരത്തെ പരിപാടിയല്ലുള്ളൂ. ഞാനത് പെട്ടെന്ന് കഴിച്ചിട്ട് പിന്നെ വേഗം അർബിൻ്റെ കായ് വാങ്ങി പോന്നു. ഇനിയിപ്പോൾ അടുത്ത് ക്ലോക്ക് ടവറിന് പെയിന്റ് അടിച്ചാൽ അതിനിപ്പോൾ ഇതിൻ്റെ അടിയിലുണ്ട്, അത് ഞാൻ പെയിന്റ് അടിച്ചു. അത് അറബി ഇപ്പം എന്താ അന്വേൽപ്പിക്കാൻ കാരണം? അവിടെ പെയിന്റിങ്ങറൊന്നും കിട്ടാനില്ലേ? അതിപ്പോ പെയിന്റ് പണിക്കാർ അവിടെ ഇല്ലാത്തതുകൊണ്ടല്ലാന്ന്. കാരണം ടെക്നോളജി ഇത്രയും വളരെ രാജ്യം അവിടെ ഇല്ല. പക്ഷെ നമ്മൾക്ക് കുറെ ട്രിക്കുകളുണ്ട്. അത് അറിഞ്ഞുകൊണ്ടാണ് അറബിനെ നേരിട്ട് വിളിച്ചത്. ഞാൻ എന്താ കാട്ടാച്ചാൽ നമ്മളെ കുറച്ച് ട്രിക്ക് നടക്കണ്ടല്ലോ, നമ്മളെ നാട്ടിലെ ട്രിക്കാണ് അത് അവിടെ പ്രയോഗിക്കും. അതിന് ഇന്നെ കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരും. ആ അത് ശരി, അങ്ങനെയൊക്കെയാണ് സംഭവം. ഇത് ഇലക്ഷന് സ്വതന്ത്ര സ്ഥാനായിട്ട് നിന്നു. എന്തെങ്കിലും ചിഹ്നം? അത് നമ്മളെ പണ്ടത്തെ ചിഹ്നം തന്നെ, കൂളിംഗ് ഗ്ലാസ്. അല്ല ബാപ്പു, അനക്കുന്ന ചായക്കടി പുട്ടയുന്നു. അല്ല, അന്ന് ചായക്ക് പുട്ടൊന്നുമില്ല, പത്തിരിയും. നല്ല തള്ളുണ്ട്, അതാ ഞാൻ ചോദിക്കാൻ കാരണം. അല്ല പാപ്പ, എന്നിട്ട് ഇയാണെ ജയിച്ചത് നിങ്ങളെ വാർഡില്? അത് ഒറ്റ വോട്ടിന് ഞാൻ തോറ്റു. ഒറ്റ വോട്ടിന് എന്താ ചെയ്യാ? അപ്പൊ ഒറ്റ വോട്ടിന് തോറ്റു എന്ന് പറയുമ്പോ നല്ല വീറും വാശിയുള്ള പോരാട്ടേക്കാരല്ലേ? അങ്ങനല്ല, ഒറ്റ വോട്ട് തോറ്റു എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് എങ്ങനെ പേരാ? അതായത് ഒറ്റ വോട്ടിന് ഞാൻ തോറ്റു എന്ന് പറഞ്ഞാൽ ആകെ ഒരു വോട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അല്ല പാപ്പു, അപ്പൊ എന്റെ പെരക്കാരെ വോട്ട് എനിക്ക് ചെയ്തിട്ടില്ലേ? അതായത് എല്ലാവർക്കും പൊറാട്ടയും ചോപ്സും വാങ്ങിക്കൊടുത്തല്ലേ ഞാൻ. എല്ലാവരും വോട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഞാൻ നിങ്ങൾക്ക് എല്ലാവരും വോട്ടും ചെയ്ത് എല്ലാവരും ബൂത്തിന്റെ അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. ഇങ്ങനെ ആക്കിപ്പോയി. എണ്ണി നോക്കുമ്പോൾ ഒറ്റ വോട്ട്. അതൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ വോട്ട് എനിക്ക് കിട്ടി. അതാണ് ഞാൻ ഒറ്റ വോട്ടിന് തോറ്റു എന്ന് പറഞ്ഞത്. ഏതായാലും ആള് തിരക്കേടില്ല. ബാപ്പു, ഇത് ഗൾഫിക്ക് പോണില്ലേ? ആ പോണുണ്ട്. എന്താ ഇപ്പൊ അവിടെ പരിപാടി? അറബിന്റെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ അറബിനോട് പോന്നപ്പോ തന്നെ പറഞ്ഞു, അപ്പോ ഇലക്ഷൻ കഴിഞ്ഞാൽ ജീവൻ വരണം, നമുക്ക് പിന്നെ പ്ലെയിന് പെയിന്റ് അടിച്ചാണ്ട് കാണും ഇത്തിഹാദ് എയർവേസിന് ഹോൾഡിംഗ് തോട്ടില്ലേ? ഫോൾഡിങ്ങോ? ആ ഹോൾഡിങ്ങേ, ഹോൾഡിങ് എന്ന് പറഞ്ഞാലേ കേട്ടൊക്കെ ചെറുതാക്കനും വലുതാക്കനും തോട്ടി കണ്ടിട്ട് ചേച്ചി ആ സാധനം തന്നെ. അത് മാങ്ങാറ്റാൻ ഉപയോഗിക്കും, ഇകൾ കുറച്ചാന് വള്ളി ഇറക്കാനും KSBക്കാർക്കൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ചുരുക്കി കൊണ്ടുപോകാൻ നല്ല സുഖമാണ്. ചുരുക്കിയിട്ട് സൂക്കേസിൽ വെച്ചിട്ട് നേരെ കൊണ്ടുപോകും. അത് അവിടെ കണ്ടുപിടിച്ചിട്ടില്ല, അത് ഞാനാണ് ഇവിടെ ആദ്യമായിട്ട് ഇറക്കുമതി ചെയ്യുന്നത്. ഞാനത് കൊണ്ടുപോകാണ്ട് എന്ത് ചെയ്യുന്നതാണ്, അത് സൂക്കേസിലേക്കാണ് പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ ബുർജ് ഖലീഫിന്റെ മുകളിലോ അല്ലെങ്കിൽ മറ്റേ ക്ലോക്ക് ടവറിന്റെ മുകളിലോ കയറുന്നു. എന്നിട്ട് എന്ത് ചോദിച്ചാൽ പ്ലെയിൻ ഇവിടുന്ന് പറക്കുമ്പോഴാണല്ലോ വലിയ പ്ലെയിനായിട്ട് തോന്നുക. പറപ്പിച്ച് ആകാശത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെറിയ പ്ലെയിനേക്കാണ്. അപ്പൊ ഞാനെന്ത് കേട്ടും ഒരു ബ്രഷ് എടുത്ത് കാണ്ട് ഈ തോട്ടിമ കെട്ടിയിട്ട് ഇത് പെയിന്റിലാണ് മുട്ടും. ഈ ബുർജ് ഖലീഫിന്റെ മുകളിൽ നിന്ന് കണ്ട് അതങ്ങനെ നീട്ടി ആകാശത്ത് പ്ലെയിൻ ഇങ്ങനെ ലാൻഡ് ചെയ്ത് നിൽക്കുക. അവരിളക്കൂലാതെ അങ്ങനെ നിർത്തിച്ച അവിടെ ഇങ്ങനെ എന്ത് ചെയ്തു, ഈ ബ്രഷ് എടുത്ത് 2 അടി 3 അടി കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ പ്ലെയിന് കംപ്ലീറ്റ് പെയിന്റ്. അപ്പൊ ആ ടെക്നോളജി ഒന്നും അവിടെ വളർന്നില്ല. അപ്പൊ അറബിക്കാരെ അത് ഞാൻ പെട്ടെന്ന് ചെയ്ത് തീർക്കും. 2-2.5 മണിക്കൂർ അതിന് ആവശ്യമില്ല, 5-10 മിനിറ്റ്. അത് കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ വരും, ഞാനതിൽ കയറി തൂങ്ങി നടത്തും, കംപ്ലീറ്റ് ഫിനിഷാവും. അപ്പൊ അതിന് ഇന്നെ തന്നെ വേണമെന്ന് അവിടെ നിന്ന് കമ്മിറ്റി കൂടിക്കാണ്ട് ഒരു തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് പോകണം. ആ ബാപ്പു, ഹലോ. അറബി അല്ല, അറബി. ഇല്ല ഞാനത് വരാം. ഇല്ല, ഇവിടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. അത് പറയാണ്ടായിരുന്നു തോറ്റു. കാരണം ആരും നമുക്ക് ഇല്ല, ഞാൻ മാത്രം തന്നെ എനിക്ക് ചെയ്തോളൂ.
ആ എന്താ ഒരാഴ്ച കൊണ്ട് അങ്ങോട്ട് കയറും. ആ നിങ്ങൾ അതിനുള്ള സെറ്റപ്പ് ഒക്കെ ആക്കിച്ചോളി. ഇത്യാദി എയർവേസ് എല്ലാവരും ഉള്ളതോളം പ്ലെയിൻ ഞാൻ അടിച്ചുതരാം. ആ ഞാൻ ഒറ്റക്ക് മതി. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ഓക്കെ ഓക്കെ. അത് എന്നാ പിന്നെ വിളിച്ചോട്ടോ. ആ ഓക്കെ ഓക്കെ എന്നാ ശരി. അറബിയാണ്. അല്ല പാപ്പോ അറബിക്ക് മലയാളം അറിയോ? ഇതിപ്പോ മലയാളത്തിലല്ലേ സംസാരിച്ചത്? അറബിക്ക് മലയാളം അറിയാതെ ഞാൻ ചെന്ന കാലത്തും ഒരു അറബി അറിയുള്ളൂ. പിന്നെ ഇംഗ്ലീഷും അറബിയും മലയാളം ഇതൊക്കെ ഞാൻ തന്നെ പഠിപ്പിച്ചു. മലയാളമൊക്കെ ഇപ്പോൾ അറബി പച്ചളം പോലെ പറയും. കാരണം ഞാനേറ്റും ഇങ്ങനെ വർത്തമാനം വന്നേ മുമ്പക്ക് കംപ്ലീറ്റ് എല്ലാം പഠിപ്പിച്ചു കൊടുക്കും. വാപ്പു ആരാ മോനെ? അത് കൂടാതെ അറബി മലയാളം അറബി പിന്നെ അതൊരു അറബിക്ക് അറിയാലോ. മലയാളം ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് സർവ്വ ഭാഷകളും ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. ഞാൻ ഇപ്പൊ ഇങ്ങനെ നാടൊക്കെ ചുറ്റണല്ലേ, എനിക്കിപ്പോ ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ലേ. വല്ലാത്തൊരു പടായി തന്നെയാണോ? അതല്ലല്ലോ പടായി വാപ്പെന്ന് വിളിക്കണത്. എന്തായാലും എങ്ങനെ ഉണ്ട് തള്ളുന്നതിന് ഒരു പരിധിയില്ലേ തോറ്റക്കാണ്. അപ്പൊ കുറച്ച് ബിസിയൊക്കെയാണ്. വണ്ടിയിലെ അറബി വിളിച്ചത്. ഇനിയിപ്പോ അവിടെ വെക്കണം, അത് പെയിന്റ് അടിച്ചണം. ഇനി സഹിക്കൂലട്ടോ. എന്റെ മുന്നല്ലേ അവനോട് പറയണ കൂടാ. എന്നാ ശരി ടാപ്പോ. പിന്നെ കാണാം. ആ എന്നാ ശരി ശരി. ആ ഓക്കെ കാണാം. വേഗം പോ, ഓടിക്കോ, രക്ഷിക്കൂ.